ഈ 5 മണി ഹാബിറ്റ്സ് നിങ്ങളെ എന്നും പാവപ്പെട്ടവനാക്കി നിർത്തും. പലർക്കും എത്ര പണം സമ്പാദിച്ചാലും മാസാവസാനം ഒന്നും കയ്യിൽ കാണാത്ത ഒരവസ്ഥയുണ്ട്. സാലറി വരുമ്പോ നല്ല സന്തോഷമാണ്. ഹായ്, എന്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ക്രെഡിറ്റ് ആയി, അല്ലെ 1,00,000 രൂപ ക്രെഡിറ്റ് ആയി, അല്ലെ 30,000 രൂപ ക്രെഡിറ്റ് ആയി, നല്ല ഹാപ്പിനെസ് കിട്ടും. കുറച്ചു ദിവസം കഴിയുമ്പോ വന്ന പൈസ എവിടെ പോയി എന്ന് അറിയാത്തൊരവസ്ഥ. അതായത് 30,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളും മാസാവസാനം സ്ട്രഗിൾ ചെയ്യുന്നു, 60,000 രൂപ വാങ്ങുന്ന ഒരാളും മാസാവസാനം അതേ സ്ട്രഗിൾ അനുഭവിക്കുന്നു. അപ്പൊ പ്രശ്നം നമ്മൾ എത്ര സമ്പാദിക്കുന്നു എന്നുള്ളത് മാത്രമാണോ? അല്ല, അല്ലെ? അപ്പോ നിങ്ങളുടെ മണി ഹാബിറ്റ്സ് ആണ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പൊ ഞാനിനി പറയാൻ പോകുന്ന 5 ശീലങ്ങൾ അത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ബാങ്ക് ബാലൻസ് കാലിയായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ പാവപ്പെട്ടവൻ എന്ന വാക്ക് ആരെയും താഴ്ത്താനല്ല ഉദ്ദേശിച്ചത്. ഫിനാൻഷ്യലി സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചിലർക്ക് വരുമാനം കുറവായിരിക്കും. വരുമാനം കുറവാണെങ്കിലും മണി ഹാബിറ്റ്സ് നമുക്ക് ശരിയാക്കിയെടുക്കാം, അല്ലെ? അതുപോലെ തന്നെ വരുമാനം കൂടിയാലും ഹാബിറ്റ്സ് തെറ്റിക്കഴിഞ്ഞാൽ പൈസ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ വരും. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. അതായത് ആ കുട്ടിക്കൊരു സ്ഥിര വരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ മാസാവസാനമാവുമ്പോ ആ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അപ്പൊ അവള് നിരന്തരം പറഞ്ഞിരുന്നത്, എനിക്ക് സാലറി കുറവാണ്, അതുകൊണ്ടാണ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതായിരുന്നു. പക്ഷെ അവള് ക്ലാസ്സിൽ പങ്കെടുത്ത് പൈസയെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അവള് ഡെയിലി സ്പെൻഡിങ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അവൾക്കൊരു കാര്യം മനസ്സിലായി. ചെറിയ ചെറിയ ഓൺലൈൻ പർച്ചേസസ് അതുപോലെ ഓഫറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പോയി ആവശ്യമില്ലെങ്കിൽ പോലും ഷോപ്പ് ചെയ്യും. അങ്ങനെയുള്ള കുറേയധികം ചെറിയ ചെലവുകൾ വന്ന് 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 അതെല്ലാം കൂടെ ഒരു വലിയ തുകയായി മാറുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ അവൾക്കൊരു മന്ത്ലി ബഡ്ജറ്റ് ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്നൊരവസ്ഥയായിരുന്നു. സാലറി വന്നു കഴിയുമ്പോൾ ആദ്യം അവൾ എന്ത് ചെയ്യും? ചെലവാക്കും. പിന്നെ അവസാനം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സേവ് ചെയ്യും. ആ ഒരു അവസ്ഥയിലൂടെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് അവൾ അതിനകത്ത് മാറ്റം വരുത്താൻ തുടങ്ങി. അവള് ബാക്കി വരുന്ന എമൗണ്ട് സേവ് ചെയ്യുക എന്നുള്ളതിന് പകരം ആദ്യം സേവ് ചെയ്യാൻ തുടങ്ങി. ബാക്കി പിന്നീട് മാനേജ് ചെയ്യുക എന്ന ലെവലിലേക്ക് അവൾ എത്തി. അതുപോലെ അവള് എക്സ്പെൻസസ് ഡെയിലി ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ആവശ്യവും ആഗ്രഹവും വേർതിരിക്കാൻ തുടങ്ങി. ചെറിയ തുകയാണെങ്കിലും അവള് കൺസിസ്റ്റൻസിയോടെ സേവിങ് ആരംഭിച്ചു. അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ? വലിയ സാലറി മാത്രം ഫിനാൻഷ്യൽ ഫ്രീഡം നൽകില്ല. നല്ല മണി ഹാബിറ്റ്സ് ആണ് അതിന്റെ അടിസ്ഥാനം. ശരിയല്ലേ? മെയിൻ ആയിട്ടും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുന്ന അവസ്ഥ. ക്രെഡിറ്റ് കാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളാണ്. കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ളൊരു ടൂളാക്കി ഇതിനെ മാറ്റരുത്. അതായത് ഇപ്പൊ വാങ്ങാം, പിന്നെ പൈസ പിന്നെ അടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ആവശ്യത്തിനും അനാവശ്യത്തിനും വാങ്ങിക്കൂട്ടുമ്പോ പിന്നീട് വളരെ വലിയ കടബാധ്യതയിൽ ചെന്ന് ചാടും. അപ്പൊ ഇങ്ങനെയുള്ള അൺനെസസറി ആയിട്ടുള്ള ചിലവാക്കലുകൾ ഒഴിവാക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പലരും വരുമാനം കൂട്ടുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കൂട്ടുന്നു, പക്ഷെ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? സേവിങ്സ് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു 30,000 രൂപ സാലറി കിട്ടുന്ന സമയത്ത് ഒരു ചെറിയ ഫോൺ ഉപയോഗിക്കുന്നു. 50,000 സാലറിയിലേക്ക് എത്തുമ്പോൾ കുറെ കൂടെ ഒരു എക്സ്പെൻസീവ് ഫോൺ വാങ്ങിക്കുന്നു. 80,000 രൂപ സാലറിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഷോപ്പ് ചെയ്യുന്നു, കൂടുതൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇൻകം കൂടുന്നതിനനുസരിച്ച് സേവിങ്സും കൂടണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലാവുന്നു? മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻകം കൂട്ടാനായിട്ട് പലരും ശ്രമിക്കില്ല. അതായത് എക്സ്പെൻസ് കുറച്ചാൽ ശരിയാണ്, എക്സ്പെൻസ് കുറച്ചു കഴിഞ്ഞാൽ കുറെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അല്ലെ? അപ്പൊ ഇൻകം വർദ്ധിപ്പിക്കണം. സേവ് മണി ബട്ട് ഓൾസോ ലേൺ ഹൗ ടു ഏൺ മോർ. കൂടുതൽ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ചിലർക്ക് പണത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഭയമാണ്. അതായത് ഇൻകം എത്ര, അവർക്ക് ഡെപ്റ്റ് എത്രയാണ്, സേവിങ്സ് എത്രയാണ്, ഇതൊന്നും ചിന്തിക്കില്ല. അതിനെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്യത്തില്ല. പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നത് ഗ്രീഡാണ് എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. ഒരുപാട് പൈസയൊന്നും വേണ്ട, നമുക്കൊരു ആവറേജ് ലൈഫ് മതി.
അല്ല നമുക്ക് ഇങ്ങനെ പാവപ്പെട്ടവനായി ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ശരിക്കും അങ്ങനെയല്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിലേ അറിയാലോ, പൈസ ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുള്ളൂ. അതുപോലെ പൈസ ഉള്ളവനെ സമൂഹത്തിൽ വിലയുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പൈസ ആവശ്യത്തിന് മതിയെന്നോ അല്ലെങ്കിൽ എനിക്കൊരു മിഡിൽ ക്ലാസ് ലൈഫ് മതിയെന്നോ അല്ല. നമുക്ക് എത്രത്തോളം ധനം സമ്പാദിക്കാൻ പറ്റുമോ അത്രയും ധനം സമ്പാദിക്കുക തന്നെ വേണം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാളെ നീളെ അടുത്ത മാസം മുതൽ ഞാൻ സേവ് ചെയ്യാം, അടുത്ത മാസം മുതൽ ബഡ്ജറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പഠിക്കാം, ഇങ്ങനെ അല്ലെ ബിസിനസ് പിന്നീട് തുടങ്ങാം, പിന്നീട് ഇങ്ങനെ നീട്ടി വെച്ച് വർഷങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സമ്പന്നതയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സേവിങ്സിലോട്ട് പോകണം. അതുപോലെ ഇൻകം സോഴ്സസ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ഇൻകം എത്രയാണ്, നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസ് എത്രയാണ്, നിങ്ങളുടെ സേവിങ്സ് എത്രയാണ് കൃത്യമായിട്ടൊന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സേവിങ്സ് എത്ര വരുന്നുണ്ട്, അടുത്തൊരു 6 മാസം അഥവാ ജോലി ഇല്ലാതെ നിന്നാലും എനിക്ക് ആ ഒരു എമർജൻസി ഫണ്ടിന് ആവശ്യമുള്ള പൈസ എൻ്റെ അടുത്തുണ്ടോ. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനായിട്ട് പൈസ വേണ്ടേ. അപ്പോ അതുപോലെ തന്നെ ഇൻകം കൂട്ടാനുള്ള മാർഗങ്ങളും നിങ്ങൾ ചിന്തിക്കുക, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോ ഇൻകം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവര് കമന്റിൽ ഐ ആം എ മണി മാഗ്നറ്റ് എന്ന കമന്റിൽ രേഖപ്പെടുത്താം. ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടീച്ചർമാർ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ 365 ഡേയ്സ് മോർണിംഗ് മോട്ടിവേഷൻ വീഡിയോയുടെ ആ ഒരു സീരീസിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇതുവരെയും ഫുൾ വീഡിയോസ് കാണാത്തവര് കാണുക. ഡെയിലി നമ്മൾ 2-3 മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുന്നത് വളരെ നല്ലതാണ്. നമുക്ക് രാവിലെ തന്നെ ഒരു ഹൈ എനർജിയിൽ നിൽക്കാൻ പറ്റും. നമ്മുടെ വീഡിയോസിൽ ടീച്ചർ ഒരുപാട് അറിവുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും നിങ്ങൾ തിരിച്ചറിവുകളാക്കി മാറ്റുക. അടുത്ത വീഡിയോയിൽ കാണാം. ചച്ച ബൈ ബൈ, ലവ് യു.